പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം ജയിലിൽ വെച്ച് തന്നെ അടിച്ചു കൊന്ന് ആരുമറിയാതെ ശവശരീരം ഖബറടക്കിയോ? ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്രാൻ അനുകൂലികൾ ഇപ്പോൾ പാകിസ്ഥാനെ മുഴുവൻ തീയിട്ട് കത്തി നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. നമുക്കറിയാം, ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. പിന്നീട് പല രീതിയിലും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഭരണകൂടം ഇമ്രാൻഖാനെ വേട്ടയാടുകയും ഇമ്രാൻഖാനെ ജയിലിൽ അടക്കുകയും ചെയ്തു. ഇമ്രാൻഖാന്റെ സഹോദരികൾക്കടക്കം ഇമ്രാൻഖാനെ കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. അവർ പ്രതിഷേധവുമായി ജയിലിന് മുന്നിൽ നിന്നു. പിന്നീട് അവരെ കാണാൻ അനുവദിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. അപ്പോഴും ഒരു സംശയം, ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇമ്രാൻഖാൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാളാണ്. അതുകൊണ്ട് ഇമ്രാൻഖാനെ ഇല്ലാതാക്കാൻ, കാരണം എപ്പോൾ പുറത്തിറങ്ങിയാലും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇമ്രാൻഖാനോടൊപ്പം നിൽക്കുമെന്ന് പാക് ഭരണകൂടത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാനെ ഇല്ലാതാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോഴത്തെ പാക് ഭരണകൂടം, അതായത് ഷഹബാസ് ഷെരീഫും അസീം മുനീറും ചേർന്ന് നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അസീം മുനീറിന് ഏറ്റവും കൂടുതൽ വൈരാഗ്യവും പകയും ഒക്കെയുള്ള ഒരു നേതാവായിരുന്നു ഇമ്രാൻഖാൻ. ആ ഇമ്രാൻഖാനെ പാകിസ്ഥാൻ ഭരണകൂടം തീർത്തോ എന്നതാണ് ചോദ്യം. മാസങ്ങളായി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതാണ്. മാസങ്ങൾക്ക് മുമ്പ് റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ അദ്ദേഹം മരിച്ചുവെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇമ്രാൻഖാന്റെ ക്ഷേമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കാരനും രാഷ്ട്രീയക്കാരനുമായ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പാകിസ്ഥാൻ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുമോ? അദ്ദേഹത്തിനെ ജയിലിൽ ചെന്ന് കാണാൻ അദ്ദേഹത്തിന്റെ അനുയായികൾക്കും കുടുംബാംഗങ്ങൾക്കും അനുവാദമുണ്ടോ? പാകിസ്ഥാൻ പത്രപ്രവർത്തകനായ വജാഹത്ത് സയീദ് ഖാന്റെ സ്ഫോടനാത്മകമായ എന്നാൽ സ്ഥിരീകരിക്കാത്ത ഒരു അവകാശവാദം ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രിയുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ US താമസിക്കുന്ന പത്രപ്രവർത്തകൻ പറയുന്നത് 3 മുതിർന്ന സൈനിക വൃത്തങ്ങൾ ഇമ്രാൻ ജയിലിൽ മരിച്ചിരിക്കാമെന്ന് വിശ്വസിക്കുന്നതായി തന്നോട് പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് 3 മുതിർന്ന സൈനിക വൃത്തങ്ങൾ, പാകിസ്ഥാനിലെ 3 സൈനിക വൃത്തങ്ങൾ ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് തന്നെ മരിച്ചതായി സംശയിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അവർ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതായാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ പത്രപ്രവർത്തകനായ വജാഹത്ത് സയീദ് ഖാൻ പറയുന്നത്. ഇത് വജാഹത്തിന്റെ അവകാശവാദം വളരെ അനിശ്ചിതത്വമായ ഒരു നിമിഷത്തിലേക്കാണ് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ചത്. ഇമ്രാൻഖാന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ തെഹരീഫ് ഇൻസാഫ്, അതായത് PTI അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, പാർട്ടിയിലെ സഹപ്രവർത്തകരും മുൻ പ്രധാനമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ അദ്ദേഹത്തെ കാണാൻ പ്രവേശനം നിഷേധിച്ചതായി പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഇപ്പോഴും ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനോ അന്വേഷിക്കാനോ സാധിക്കാത്ത തരത്തിലേക്ക് ഇമ്രാൻ ഭരണകൂടം അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ തരത്തിലേക്കാണ് പോകുന്നത്. വജാഹത്ത് സയീദ് ഖാൻ അദ്ദേഹം ഈ പാകിസ്ഥാൻ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാകിസ്ഥാനെ തന്നെ കലുഷിതമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനെ അതായത് പാകിസ്ഥാൻ ഈ PTI പ്രവർത്തകർ, അനുകൂലികൾ, ഇമ്രാൻഖാനെ സ്നേഹിക്കുന്നവർ അടക്കം രംഗത്തെത്തി. എന്താണ് ഇമ്രാൻഖാൻ സംഭവിച്ചത്, ഞങ്ങൾക്കറിയണം എന്ന തരത്തിലേക്ക് അവർ വല്ലാതെ പ്രക്ഷോഭത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് പോയി. ഇത് പാക് ഭരണകൂടത്തെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ വജാഹത്ത് സയീദ് ഖാൻ, പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ അവകാശവാദത്തിൽ നിന്ന് പിന്മാറിയെന്നും പറയുന്നു. GHQ ആസ്ഥാനമായുള്ള 3 മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ച ഇന്റലിജൻസ് അല്ല, മറിച്ച് അവരുടെ വ്യക്തിപരമായ വിലയിരുത്തലാണെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. ഇമ്രാൻഖാന്റെ മരണത്തെക്കുറിച്ച് ഒരു തെളിവും ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ല എന്നും ഭയവും ആശങ്കയും ആണ് അവർ ഇതിൽ, കാരണം ഇമ്രാൻഖാൻ മരിച്ചോ എന്ന ഭയവും ആശങ്കയുമാണ് ഇത്തരത്തിൽ അവരെ കൊണ്ട് പറയിപ്പിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്.
2 ദശലക്ഷത്തിലധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട തെരുവിലിറങ്ങാൻ തയ്യാറായിരുന്നു എന്നതാണ് ഈ ഖൈബർ പഷ്തൂൺ മേഖലയിൽ പലരും ഈ PTI നേതാവായ സുഹൈൽ അഫ്രീദി അവകാശപ്പെട്ടു. അതായത് ഈ ഇമ്രാൻഖാനെ കൊന്നത്, ഇമ്രാൻഖാൻ കൂടുതൽ ഇപ്പോഴും അദ്ദേഹത്തിന് സ്വാധീനമല്ലാത്ത രീതിയിൽ ചെലുത്തുന്നത് പാക് യുവാക്കളുടെ ഇടയിലാണ്. അതുകൊണ്ട് യുവാക്കൾ വല്ലാതെ പ്രകോപിതരായി അവർ ഈ ഒരു വാർത്തയ്ക്ക് ശേഷം അവർ പുറത്തിറങ്ങാൻ, അതായത് പാകിസ്ഥാന്റെ ഓരോ പ്രദേശങ്ങളും ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി സെപ്റ്റംബർ 27 ഇസ്ലാമാബാദിലേക്ക് അവർ ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഇമ്രാൻഖാന്റെ കുടുംബത്തിന് ഡോക്ടർമാർക്ക് പ്രവേശനം നിഷേധിക്കുന്നത് തുടർന്നാൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കും എന്ന ഈ PTI അനുഭാവികൾ അല്ലെങ്കിൽ അനുയായികൾ ഭീഷണി പോലെ പാക് ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇമ്രാൻഖാന്റെ കുടുംബാംഗങ്ങൾക്കോ ഇമ്രാൻഖാൻ ആണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡോക്ടർക്കോ അനുമതി നിഷേധിച്ചാൽ പാകിസ്ഥാൻ നിന്ന് കത്തും എന്നാണ് പാകിസ്ഥാനിലെ യുവാക്കളടക്കം പറയുന്നത്. സെപ്റ്റംബർ 27 അവർ ഒരു മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിന് മേൽ രാജ്യത്തിന് പുറത്തു നിന്നും സമ്മർദ്ദം ഉയരുന്നുണ്ട്. ഇമ്രാൻഖാന്റെയും ഭാര്യ ബുഷ്ര ബീബിയുടെയും തടങ്കൽ വ്യവസ്ഥകൾ ഇസ്ലാമാബാദുമായി നേരിട്ട് ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ട 13 US നിയമസഭാ അംഗങ്ങളുടെ ഒരു ഉഭയകക്ഷി സംഘം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് കത്തെഴുതി. ഇമ്രാൻഖാന്റെ ദീർഘകാല ഏകാന്ത തടവിനെ കുറിച്ചുള്ള UN പ്രത്യേക റിപ്പോർട്ടുകളുടെ ആശങ്കയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളിലും അവരുടെ കത്തിൽ പറയുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ ഒരുമിച്ച് വല്ലാത്തൊരു ആശങ്ക പാകിസ്ഥാനിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇമ്രാൻഖാന്റെ മരണവാർത്ത എപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഈ ഇമ്രാൻഖാന്റെ കുടുംബം പലപ്പോഴും ഈ ജയിലിൽ അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് 5 മുതൽ ജയിലിലാണ്. നിലവിൽ 190 മില്യൺ പൗണ്ട് വിലമതിക്കുന്ന അൽ ഖാദർ ട്രസ്റ്റ് അഴിമതി കേസിൽ 14 വർഷത്തെ തടവ് അനുഭവിക്കുകയാണ് അദ്ദേഹം. 2025 ജനുവരിയിൽ ഇതേ കേസിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷ്ര ബീബിക്ക് 7 വർഷത്തെ തടവ് ശിക്ഷ പാക് കോടതി വിധിച്ചിട്ടുണ്ട്. ഇരുവരും തങ്ങളുടെ ശിക്ഷാവിധികളെ ചോദ്യം ചെയ്യുന്നു. 2023 മെയ് 9 പാകിസ്ഥാനിൽ ഉടനീളമുള്ള PTI അനുകാലികൾ, അതായത് സൈനിക ഗഡുകൾ, ഗാരിസണുകൾ, ഔട്ട് പോസ്റ്റുകൾ ആക്രമിച്ച പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിചാരണകളും ഇമ്രാൻഖാൻ നേരിടുന്നുണ്ട്. 1960-കൾ മുതൽ പാകിസ്ഥാനെ നിർവചിക്കുന്ന ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ് ഈ പോരാട്ടത്തിന് പിന്നിൽ. തിരഞ്ഞെടുക്കപ്പെട്ട സിവിലിയൻ നേതൃത്വവും ഇപ്പോൾ ഫീൽഡ് മാർഷൽ അസീം മുനീർ നയിക്കുന്ന സൈനിക സ്ഥാപനവും തമ്മിലുള്ള പോരാട്ടമാണിത്. മുനീറിനെയും ഭരണകൂടത്തെയും നിയമവിരുദ്ധ തടങ്കലിലാക്കിയതിന് ഇമ്രാൻ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തി എന്ന് പറയപ്പെടുന്ന മുനീറിന് വർഷങ്ങളായി ഖാനുമായി നല്ല ബന്ധമല്ല ഉള്ളത്. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരിക്കെ മുനീർ ISIയുടെ തലവനായിരുന്നപ്പോൾ തന്റെ ഭാര്യയുടെ കാര്യങ്ങളിൽ മുനീർ നടത്തിയ ഇടപെടലിന്റെ പേരിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ഖാൻ ആവശ്യപ്പെട്ടു. അതേ മുനീർ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു അട്ടിമറി നടത്താനുള്ള ഒരുക്കത്തിലാണ്. എപ്പോഴും പാകിസ്ഥാൻ ഒരു അട്ടിമറി നടത്തി, സൈനിക അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുക്കുന്ന രീതിയാണ് പാകിസ്ഥാൻ എപ്പോഴും ഉള്ളത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനെ അട്ടിമറിച്ചുകൊണ്ട് മുനീറിനെ പാക് പ്രധാനമന്ത്രിയാണ് അതിനുള്ള കരുനീക്കങ്ങൾ മുനീർ നടത്തി തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ അമേരിക്കയുമായുള്ള അസീം മുനീറിന്റെ ബന്ധം, നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ അനുകൂലിക്കാൻ അസീം മുനീർ അവിടെ എത്തിയത്, ട്രംപ് പാക് ഭരണാധികാരിയെ വിളിക്കാതെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്, ഇതൊക്കെ കൂടി വായിച്ചാൽ ഉടൻ തന്നെ പാക്കിൽ ഒരു അട്ടിമറി, പാക് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അസീം മുനീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ISIയുടെ തലവനായിരുന്നു ഈ മുനീർ എന്നതുകൂടി ഓർക്കണം. 3 വർഷത്തിലേറെയായി തടവിൽ കഴിയുന്ന ഇമ്രാൻഖാൻ കഴിഞ്ഞ നവംബറിൽ ജയിലിൽ മരിച്ചതായി അഭ്യൂഹമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടി സഹപ്രവർത്തകരും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതികൾ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയാനും പോയിരുന്നു. ഡിസംബർ 2 അദ്ദേഹത്തിന്റെ സഹോദരി ഉസ്മാ ഖാനും അടിയാല ജയിൽ ഖാനെ കാണുകയും അദ്ദേഹം ശാരീരികമായി സുഖമായിരിക്കുമെന്ന് പറയുകയും ചെയ്തു. അതോടെ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടു. പക്ഷെ പിന്നീട് ഇമ്രാൻഖാനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് അവരെ കൊണ്ടത് പറയിപ്പിച്ചത് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ, സ്ഥിരീകരിക്കാത്ത വാർത്തകളും വന്നിരുന്നു. എന്തായാലും ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ പാകിസ്ഥാനിലെ തെരുവുകളിലുടനീളം
ഇങ്ങനെ ഇറങ്ങാൻ ഒരുങ്ങുകയാണ്.